അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറാസ് മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. UAE ഔഖാഫ് ജുമുഅ ഖുതുബ മലയാള വിവർത്തന സന്ദേശം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AR പാറയിൽ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠമാണ് ഈ ആഴ്ചയിലെ ഖുതുബയുടെ വിഷയം. അസൂയയും വിദ്വേഷവും ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ക്ഷമയും പരീക്ഷണങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ സഹായിക്കുമെന്നും ഈ ഖുതുബ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ആ വികാരനിർഭരമായ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കുടുംബ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ജുമുഅ ഖുതുബയുടെ വിവർത്തന സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതികളും. തന്റെ തിരുദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ആ വേദഗ്രന്ഥത്തിലെ ചരിത്രങ്ങളിലൂടെ ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങൾ കരുതിവെക്കുകയും ചെയ്തവനാണവൻ. അവൻ പരിശുദ്ധനാണ്. വിധികളെ നിശ്ചയിക്കുമ്പോൾ സൂക്ഷ്മമായ ജ്ഞാനത്തോടെ അവൻ അവ നിർണയിക്കുന്ന കാര്യങ്ങളെ അവൻ സംവിധാനിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലാണ്. ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും നാം സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, പ്രവാചകരുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും സ്വഹാബികളുടെയും അവിടുത്തെ മാർഗം പിന്തുടരുന്ന എല്ലാവരുടെയും മേൽ നീ അനുഗ്രഹവും സമാധാനവും സദാ വർഷിക്കണമേ. അള്ളാഹുവിന്റെ ദാസന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് തഖ്വ കൊണ്ട് എന്നെയും നിങ്ങളെയും ഞാൻ വസ്വിയത്ത് ചെയ്യുന്നു. അവന്റെ ആരാധനകളിൽ ക്ഷമയോടെ നിലകൊള്ളുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിശ്ചയമായും നിങ്ങളുടെ ഈ മാസം തഖ്വയുടെയും സൽപ്രവൃത്തികളുടെയും മാസമാണ്. കരുണാമയനായ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സഹനം ശീലിക്കേണ്ട മാസമാണിത്. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നുവോ അത്തരം സൽക്കർമ്മകാരികളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. നോമ്പുകാരായ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ഈ മാസത്തിൽ നാം നിൽക്കുന്നത് ഖുർആനിലെ ഏറ്റവും മനോഹരമായ സൂറത്തുകളിൽ ഒന്നിനൊപ്പമാണ്. കരുണാമയനായ അള്ളാഹുവിന്റെ ഈ വചനങ്ങളാലാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അലിഫ് ലാം റാ. ഇവ വ്യക്തമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. നിങ്ങൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ വേണ്ടി നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും മനോഹരമായ ചരിത്രം നാം നിനക്ക് വിവരിച്ചു തരുന്നു. ആ ആശയങ്ങളുടെ അഗാധതയും അള്ളാഹുവിന്റെ വിധിനിശ്ചയങ്ങളുടെ അത്ഭുതകരമായ സംവിധാനങ്ങളും കാരണമാണ് സൂറത്ത് യൂസുഫ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇശാ നിസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ തേങ്ങൽ പിന്നിലെ നിരകളിൽ വരെ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സുബഹി നിസ്കാരത്തിലും മഹാനവറുകൾ ഈ സൂറത്ത് പാരായണം ചെയ്യുകയും ശബ്ദം മുറിഞ്ഞുപോകുന്നതുവരെ കരയുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദാസന്മാരെ, യൂസുഫ് നബിയുടെ ചരിത്രം തുടങ്ങുന്നത് ഒരു സ്വപ്നത്തിലൂടെയാണ്. യൂസുഫ് അലൈഹിസ്സലാം തന്റെ ഖൽബിന് ഏറ്റവും അടുത്തവരും സ്നേഹനിധിയുമായ പിതാവിനോട് പറഞ്ഞു, പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നത് ഞാൻ കണ്ടു. അസൂയയുടെ അപകടങ്ങളും ശൈത്താന്റെ കുതന്ത്രങ്ങളും അറിയുന്ന ജ്ഞാനിയായ ആ പിതാവ് തന്റെ മകന് നൽകിയ മറുപടി ഇതായിരുന്നു: മകനെ, നിന്റെ ഈ സ്വപ്നം സഹോദരങ്ങളോട് പറയരുത്. അവർ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞേക്കാം. തീർച്ചയായും പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. ശൈത്താൻ അവർക്കിടയിൽ വിദ്വേഷത്തിന്റെയും അസൂയയുടെയും വിത്തുകൾ വിതച്ചു. അവർ പറഞ്ഞു, യൂസുഫും അവന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ പ്രിയപ്പെട്ടവർ. പിന്നീട് അവർ അതിക്രമത്തിലേക്ക് നീങ്ങി. യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ അവനെ ദൂരെയുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കുക. എങ്കിൽ പിതാവിന്റെ സ്നേഹം നമുക്ക് മാത്രമായി ലഭിക്കും. അതിനുശേഷം നമുക്ക് നല്ലവരായി മാറാം. എത്ര ഭീകരമാണ് അസൂയ! ശൈത്വാൻ അവരുടെ ദുഷ്പ്രവൃത്തിയെ നന്മയായി തോന്നിപ്പിച്ചു. പിതാവിനോടുള്ള കടമയും മാതാവിനെ നഷ്ടപ്പെട്ട ആ കൊച്ചു സഹോദരനോടുള്ള കരുണയും അവർ മറന്നുപോയി. അള്ളാഹു യൂസുഫിനെ തിരഞ്ഞെടുത്തതും തന്റെ അനുഗ്രഹം പൂർത്തിയാക്കുന്നതും അവർ അറിഞ്ഞില്ലേ? തീർച്ചയായും നിന്റെ രക്ഷിതാവ് സർവജ്ഞനും യുക്തിമാനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭിന്നതയുടെ ചെറിയ സൂചനകൾ പോലും തുടക്കത്തിലെ നുള്ളിക്കളയുക. പരസ്പര സ്നേഹം പുതുക്കുക. നശ്വരമായ ലോകകാര്യങ്ങൾക്കോ അടിസ്ഥാനമില്ലാത്ത സംശയങ്ങൾക്കോ വേണ്ടി സ്വന്തം സഹോദരങ്ങളുമായി വൈരം പുലർത്തരുത്. നിങ്ങളുടെ പിണക്കം മാതാപിതാക്കളെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യാക്കൂബ് നബിയുടെ അവസ്ഥ നോക്കൂ. ദുഃഖം കാരണം അവിടുത്തെ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യൂസുഫിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഒടുവിൽ നീ രോഗിയാവുകയോ മരിക്കുകയോ ചെയ്യും. അദ്ദേഹം മറുപടി നൽകി, ഞാൻ എന്റെ സങ്കടവും വേദനയും അള്ളാഹുവിനോട് മാത്രമാണ് പരാതിപ്പെടുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അല്ലാഹു അക്ബർ. എത്ര മഹത്തായ വിശ്വാസമായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റേത്! അവിടുന്ന്
തന്റെ മക്കളെ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. അവൻ കരുണയുള്ളവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്. അള്ളാഹു തന്നിൽ ഏൽപ്പിക്കപ്പെട്ടതിനെ സംരക്ഷിക്കുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിന്റെ കയറിൽ ഉറപ്പിച്ചു പിടിച്ചു. ക്ഷമയും പ്രത്യാശയും ഒരിക്കലും വിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് സുന്ദരമായ ക്ഷമ തന്നെ എനിക്ക് നല്ലത്. ഒരുപക്ഷെ അള്ളാഹു അവരെ എല്ലാവരെയും എന്റെ അടുത്തേക്ക് തിരികെ എത്തിച്ചേക്കാം. മക്കളുടെ ശരിയായ വളർച്ചയുടെ രഹസ്യം ക്ഷമയാണെന്നും അവരിലുള്ള പ്രത്യാശയാണ് അവരെ ഒരുക്കാനുള്ള ശരിയായ വഴിയെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 40 വർഷത്തെ വേർപാടിന് ശേഷവും യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചു. ആ ക്ഷമയ്ക്ക് ശേഷം അനുഗ്രഹങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. അള്ളാഹു തന്റെ കാര്യത്തിൽ മേൽക്കോയ്മ പുലർത്തുന്നവനാണ്. അള്ളാഹു പറയുന്നു, വിശ്വാസികളെ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരികളെയും അനുസരിക്കുക. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. എനിക്കും നിങ്ങൾക്കുമായി അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. നിങ്ങളും അവനോട് പാപമോചനം തേടുക. സർവസ്തുതിയും അള്ളാഹുവിനു മാത്രം. അന്ത്യപ്രവാചകന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. വിശ്വാസികളെ, സൂറത്ത് യൂസുഫ് പാഠങ്ങളും ജ്ഞാനവും ഒരുപോലെ ഒത്തുചേർന്ന ഒരു സൂറത്താണ്. ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും സങ്കടങ്ങളെയും വേദനകളെയും മായ്ച്ചുകളയാനും ആ വചനങ്ങൾക്കും ചരിത്രത്തിനും സാധിക്കും. ദുഃഖിതനായ ഒരാൾ ഈ സൂറത്ത് ശ്രദ്ധിച്ചു കേട്ടാൽ അയാൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയപ്പെട്ടത് എത്ര സത്യമാണ്. കാരണം അത് അള്ളാഹുവിലുള്ള പ്രത്യാശയെ പുതുക്കുകയും അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്തിന്റെ തുടക്കവും പര്യവസാനവും തമ്മിലുള്ള ബന്ധം നോക്കൂ. ആദ്യം സഹോദരങ്ങൾക്കിടയിലുണ്ടായ ആ ഭിന്നതയുടെയും വേർപാടിന്റെയും ദൃശ്യം നാം കണ്ടു. എന്നാൽ അവസാനം അവർ സ്നേഹത്തോടെ ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടയ്ക്കുള്ള നീണ്ട കാലയളവിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ പോലും നിരാശനായില്ല. അവിടുന്ന് തന്റെ മക്കളോട് പറഞ്ഞത് ഇതായിരുന്നു: അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ ആദരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും സഹോദരങ്ങളെയും വീണ്ടും ഒന്നിപ്പിച്ചു. സഹോദരങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചു, നീയാണോ യൂസുഫ്? അദ്ദേഹം മറുപടി നൽകി, ഞാനാണ് യൂസുഫ്. ഇതാണ് എന്റെ സഹോദരൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നീട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ആ സന്തോഷവാർത്ത ലഭിച്ചു. നഷ്ടപ്പെട്ട അവിടത്തെ കാഴ്ച അള്ളാഹു തിരിച്ചു നൽകി. എല്ലാം നിയന്ത്രിക്കുന്നവൻ എത്ര പരിശുദ്ധൻ! നീണ്ട വേർപിരിയലിന് ശേഷം പിതാവിനെയും മകനെയും അവൻ ഒരുമിപ്പിച്ചു. സങ്കടങ്ങളെല്ലാം സന്തോഷമായി മാറി. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിലേറ്റി. അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ അവിടുന്ന് തന്റെ പിതാവിനോട് പറഞ്ഞു, യാ അബി, ഇതാണ് എന്റെ പഴയ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. എന്റെ രക്ഷിതാവ് അത് സത്യമാക്കി മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും അള്ളാഹുവിന്റെ ആശ്വാസം തൊട്ടടുത്തുണ്ട്. അവന്റെ കാരുണ്യം അത്ഭുതകരമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, തീർച്ചയായും എന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവനാണവൻ. സർവജ്ഞനും യുക്തിമാനുമാണ്. സഹോദരങ്ങളെ, നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വേർപിരിയലോ പിണക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ന് നിങ്ങളുടെ മേൽ യാതൊരു കുറ്റപ്പെടുത്തലുമില്ല. അതായത്, നിങ്ങളോടിനി യാതൊരു പരിഭവമോ പരാതിയോ എനിക്കില്ല. കാരണം ഉന്നതമായ മനസ്സുള്ളവർ ഒരിക്കലും ഹൃദയത്തിൽ വിദ്വേഷവും പകയും കൊണ്ടു നടക്കുകയില്ല. അള്ളാഹുവിന്റെ ദാസന്മാരെ, ഇതാണ് യൂസുഫ് നബിയുടെ ചരിത്രം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം കരീമിബിനു കരീമാണ്. മഹാനായ പ്രവാചകന്റെ മകൻ. അദ്ദേഹവും മറ്റൊരു മഹാനായ പ്രവാചകന്റെ മകൻ. അങ്ങനെ പ്രവാചക പരമ്പരയിലെ അതിശ്രേഷ്ഠൻ. അദ്ദേഹം യൂസുഫ് സിദ്ദീഖാണ്. കുടുംബ ബന്ധങ്ങളുടെ യൂസുഫ്, പരിശുദ്ധിയുടെ യൂസുഫ്, ജ്ഞാനത്തിന്റെ യൂസുഫ്, പ്രതിസന്ധികളിലെ കാര്യപ്രാപ്തിയുടെ യൂസുഫ്, വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും യൂസുഫ് അലൈഹിസ്സലാം. അതുകൊണ്ട് നിങ്ങൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുക. അതിലെ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഖുർആൻ പഠിക്കാനുള്ള താൽപ്പര്യം നട്ടുപിടിപ്പിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് അവർ ഉയരാൻ അത് കാരണമാകും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്ര സത്യമാണ്! നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പരസ്പരം മത്സരിക്കുന്നത് നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് അരുൾ ചെയ്തു, ഖുർആൻ പാരായണത്തിൽ നൈപുണ്യമുള്ളവർ അത്യുന്നതരും പുണ്യവാന്മാരുമായ മലക്കുകളോടൊപ്പമായിരിക്കും. നമ്മുടെ ഈ രാജ്യത്തിന്റെ വിവേകികളായ ഭരണ നേതൃത്വം അള്ളാഹുവിന്റെ ഗ്രന്ഥം മനഃപ്പാഠമാക്കുന്നവർക്ക് നൽകുന്ന പിന്തുണ ഒരു നയമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയ ആ നന്മയുടെ മരം നമ്മുടെ മക്കളിലൂടെ ലോകമെങ്ങും ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അള്ളാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിക്കട്ടെ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നുവരുന്ന ദുബൈ അന്താരാഷ്ട്ര ഖുർആൻ അവാർഡ് ഖുർആനിനെയും അതിന്റെ വക്താക്കളെയും ആദരിക്കുന്ന ഈ പ്രയാണത്തിന്റെ ഉത്തമമായ അടയാളമാണ്. ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതിലും സംസ്കാരം വളർത്തുന്നതിലും ഉന്നതമായ സ്വഭാവഗുണങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഖുർആനിനുള്ള സ്വാധീനത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഖുർആൻ പാരായണം നമ്മുടെ നാവുകളെ നന്മയിലാക്കുന്നു. അതിലെ ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായ പാഠങ്ങൾ നൽകുന്നു. അള്ളാഹു പറയുന്നു, തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് വലിയൊരു പാഠമുണ്ട്. ഇത് കെട്ടിച്ചമച്ച ഒരു കഥയല്ല, മറിച്ച് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവയ്ക്കുന്നതും സകല കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവും വിശ്വസിക്കുന്ന ജനതയ്ക്ക് മാർഗദർശനവും കാരുണ്യവുമാണ്. അല്ലാഹുവേ, നമ്മുടെ നേതാവും പ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ അനുഗ്രഹങ്ങളും സമാധാനവും സദാ വർഷിക്കണമേ. അവിടുത്തെ കുടുംബത്തിലും അനുയായികളിലും നീ ബറക്കത്ത് ചൊരിയണമേ. അല്ലാഹുവേ, സത്യസന്ധരായ ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവരിലും മറ്റു മഹത്തുക്കളായ സകല സഹാബിവര്യരിലും നീ തൃപ്തിപ്പെടുമാറാകണമേ. അല്ലാഹുവേ, ഈ മഹത്തായ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ മായ്ക്കുന്ന ഔഷധമാക്കണമേ. നാഥ, നീ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കഠിനമായ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും സംരക്ഷിച്ചതുപോലെ പ്രത്യക്ഷവും പരോക്ഷവുമായ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും നിന്നെ മാത്രം ആരാധിക്കുന്നവരുമാക്കണമേ. ഖുർആൻ പാരായണം ചെയ്യുന്നവരും അതിലെ വചനങ്ങളിൽ ചിന്തിക്കുന്നവരുമായി ഞങ്ങളെ നീ മാറ്റണമേ. ഇനിയുള്ള റമളാനിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. അല്ലാഹുവേ, അവർ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ഈ രാജ്യത്തെ നിന്റെ കാവൽ നൽകി നീ സംരക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളാൽ ഈ രാജ്യത്തെ നീ പൊതിയണമേ. നിന്റെ വിശാലമായ ഔദാര്യത്താൽ ഈ നാട്ടിലെ ഐശ്വര്യവും പുരോഗതിയും എന്നും നിലനിർത്തണമേ. അല്ലാഹുവേ, ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ നിന്റെ കാവലിൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിന്റെ പ്രീതിയിലാക്കണമേ. അദ്ദേഹത്തിനും മറ്റു ഭരണാധികാരികൾക്കും കിരീടാവകാശിക്കും നീ തൗഫീഖ് നൽകണമേ. നാഥ, അന്തരിച്ച ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് റാഷിദ് തുടങ്ങിയ ഈ നാട്ടിലെ മുൻ ഭരണാധികാരികൾക്ക് നീ കരുണ നൽകണമേ. നിന്റെ വിശാലമായ സ്വർഗത്തോപ്പുകളിൽ അവർക്ക് ഇടം നൽകണമേ. ഈ നാടിന്റെ രക്തസാക്ഷികൾക്ക് നിന്റെ മാപ്പും കാരുണ്യവും പ്രദാനം ചെയ്യണമേ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകല മുസ്ലിം സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണമേ. ഞങ്ങളെ നീ നിരാശരാക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അല്ലാഹുവിനെ ഓർക്കുക, അവൻ നിങ്ങളെയും സ്മരിക്കും. അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദുദ്യമം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈക്കുകളും അൺലൈക്കുകളും തിരഞ്ഞെടുക്കുക. അടുത്താഴ്ചയിലെ UAE ജുമുഅ ഖുതുബയുടെ ആശയവിവർത്തന സന്ദേശം യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.